പുറംകടലിൽ തീപിടിച്ച സിംഗപ്പൂർ കപ്പൽ വാൻഹായിലെ സുരക്ഷാ ബോട്ട് തീരത്തടിഞ്ഞു. പറവൂർ തീരത്താണ് സുരക്ഷാ ബോട്ട് അടിഞ്ഞത്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. അശ്വിൻ, എന്താണ് എപ്പോഴാണിത് ശ്രദ്ധയിൽപ്പെടുന്നത്? ഇനി ഇതിൽ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും അശ്വിൻ? രജിത്തായി, പുറംകടലിൽ തീപിടിച്ച വാൻഹായി 503 കപ്പലിൽ നിന്ന് കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ ഉൾപ്പെടെ ആലപ്പുഴ, കൊല്ലം കടൽ തീരങ്ങളിൽ 16 മുതൽ 18 വരെയുള്ള തീയതികളിൽ അടിയാനുള്ള സാധ്യതയുണ്ട് എന്ന നേരത്തെ തന്നെ തീരപ്രദേശങ്ങളിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം കോസ്റ്റ് ഗാർഡും ഇന്റർനാഷണൽ ടാങ്കേഴ്സ് ഓണേഴ്സ് അസോസിയേഷനും പൊല്യൂഷൻ ബോർഡും ഒക്കെ നൽകിയതാണ്. ആ നിർദ്ദേശം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇന്ന് രാത്രി 10 മണിയോടുകൂടി ഈ പറവൂർ കടൽ തീരത്ത് ഒരു സേഫ്റ്റി ബോട്ട് കരയ്ക്കടിഞ്ഞതായി നാട്ടുകാർ കണ്ടത്. പിന്നീട് കോസ്റ്റൽ പോലീസിൽ ഇവർ വിവരം അറിയിച്ചു. കോസ്റ്റൽ പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ ഈ കരയ്ക്കടിഞ്ഞ ബോട്ടിൽ വാൻഹായ് 503 സിംഗപ്പൂർ എന്ന രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടുകൂടിയാണത് ഈ വാൻഹായ് കപ്പലിൽ നിന്ന് പുറത്തേക്ക് വീണ സേഫ്റ്റി ബോട്ടാണ് എന്നുള്ളത് സ്ഥിരീകരിച്ചത്. നിലവിൽ ആ ബോട്ട് കരയ്ക്ക് പൂർണ്ണമായും അടുപ്പിച്ചിട്ടുണ്ട്. അതിന്റെ നിയമ നടപടികൾ, ചില നടപടിക്രമങ്ങളുണ്ട്. അതിനുശേഷമായിരിക്കും ഇതിന്റെ മറ്റ് നടപടികളിലേക്ക് കടക്കുക. എന്തായാലും നാളെ മുതൽ 16-ാം തീയതി മുതൽ 18 വരെ കണ്ടെയ്നറുകളടക്കം ആലപ്പുഴ, കൊല്ലം തീരങ്ങളിൽ, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയുടെ തെക്കൻ തീരങ്ങളിലടക്കം ഈ കണ്ടെയ്നറുകൾ എത്തിയേക്കാം എന്നുള്ള സൂചനയുണ്ട്, ഒരു മുന്നറിയിപ്പുണ്ട്. അതിൽ തുടരരുത്, 200 മീറ്റർ ദൂരം പാലിച്ച് നിൽക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും അതിന് മുന്നോടിയായി ഇന്നിപ്പോൾ സേഫ്റ്റി ബോട്ട് രാത്രിയോടുകൂടി കരയ്ക്കടിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഭവം. ഈ വരും ദിവസങ്ങളിൽ കണ്ടെയ്നറുകൾ അടക്കം എത്താനുള്ള സാധ്യതകളും ഇതിനോടകം മുന്നറിയിപ്പായി നൽകിയിട്ടുമുണ്ട്. അശ്വിൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ വരും ദിവസങ്ങളിൽ ഈ കപ്പലിലുള്ള സാധനങ്ങൾ, അതിൽ കണ്ടെയ്നർ അടക്കം തീരത്തടിയാനുള്ള സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ സുരക്ഷാ ബോട്ടാണ്, യാതൊരു തരത്തിലുള്ള ആശങ്കയ്ക്കും പ്രസക്തിയില്ല. ഈ വരും ദിവസങ്ങളിലോ വരും മണിക്കൂറുകളിലോ ഒക്കെ മറ്റ് സാധനങ്ങൾ തീരത്തേക്ക് എത്താനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ട് കൂടുതൽ നിരീക്ഷണമോ മറ്റോ ഏർപ്പെടുത്തുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ അശ്വിൻ? തീർച്ചയായും ആ നിരീക്ഷണം പൂർണ്ണമായും ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ കോസ്റ്റൽ പോലീസ് അടക്കം അറിയിച്ചിരിക്കുന്നത്. കാരണം 2 ദിവസം മുമ്പാണ് ഈ ഒരു മുന്നറിയിപ്പ് എറണാകുളം, ആലപ്പുഴ, കൊല്ലം ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ നൽകിയിട്ടുള്ളത്. കോസ്റ്റ് ഗാർഡും അതിനൊപ്പം ഇന്റർനാഷണൽ ടാങ്കർ ഓണേഴ്സ് പൊല്യൂഷൻ ഫെഡറേഷനുമാണ് ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അത് എന്താണ് ഈ കണ്ടെയ്നറിനകത്തുള്ളത് എന്ന കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും ഒരു ആശയക്കുഴപ്പമുണ്ട്. അതുകൊണ്ട് ഇത്തരം വസ്തുക്കൾ തീരത്ത് കാണുന്ന പക്ഷം അത് ഉടൻ തന്നെ 112 എന്ന നമ്പറിൽ വിളിച്ച് കണ്ട സ്ഥലം കൃത്യമായി അറിയിക്കണം എന്നുള്ളൊരു നിർദ്ദേശവും കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. ഒപ്പം 200 മീറ്റർ ഈ കണ്ടെയ്നറുകളടക്കം തീരത്തടിയുകയാണെങ്കിൽ അതിൽ നിന്ന് 200 മീറ്റർ നിശ്ചിത ദൂരം പാലിച്ച് വേണം നിൽക്കാൻ എന്നുള്ളൊരു മുന്നറിയിപ്പുമുണ്ട്. എന്തായാലും ഇന്ന് രാത്രിയോ വരും ദിവസങ്ങളിലോ ഒക്കെ ഇവർ പറഞ്ഞ കാലാവധി ഈ മാസം 16 മുതൽ 18 വരെയുള്ള തീയതിയാണ്. നാളെ 16 അതിന് മുന്നേ തന്നെ ഈ കപ്പലിൽ നിന്നുള്ള സാധനങ്ങൾ കരയിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് ജനങ്ങൾക്കുള്ള നിർദ്ദേശം. ഒപ്പം കോസ്റ്റൽ പോലീസിന്റെ അടക്കം നിരീക്ഷണം എറണാകുളത്തിന്റെ തെക്കൻ കടൽ തീരം, ഒപ്പം കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഇതിനോടകം തന്നെ ഇന്നലെ മുതൽ തന്നെ ശക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അപകടകരമായ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും കണ്ടാൽ അത് ഉടൻ തന്നെ വിളിച്ചറിയിക്കണം എന്നുള്ള നിർദ്ദേശവുമുണ്ട്. നിലവിൽ എന്തായാലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. സേഫ്റ്റി ബോട്ട് മാത്രമാണ് കരയ്ക്ക് അടിഞ്ഞിട്ടുള്ളത്. ഇതിന് പിന്നാലെ മറ്റ് കണ്ടെയ്നറുകളൊക്കെ വരാനുള്ള സാധ്യത കണക്കിലെടുത്ത് രാത്രി മുഴുവൻ നിരീക്ഷണം ഈ കടൽ തീരങ്ങളിലുണ്ട്. ഇപ്പോൾ ഇത് പറവൂർ തീരത്താണ്, ആലപ്പുഴയിലെ പറവൂർ കടൽ തീരത്താണ് നിലവിൽ ഈ സേഫ്റ്റി ബോട്ട് കണ്ടെത്തിയിരിക്കുന്നത്. പൂർണ്ണമായും കരയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ നേരത്തെ നൽകിയിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശം അത് കൃത്യമായി പാലിക്കുക എന്നുള്ളതാണ് മുന്നോട്ട് ഉള്ള നടപടിക്രമങ്ങൾ. ശരി, പുറംകടലിൽ തീപിടിച്ച സിംഗപ്പൂർ കപ്പൽ വാൻഹായിലെ സുരക്ഷാ ബോട്ടാണ് ഇപ്പോൾ തീരത്തടിഞ്ഞിരിക്കുന്നത്. പറവൂർ തീരത്താണ് ഈ സുരക്ഷാ ബോട്ട് അടിഞ്ഞത്. അശ്വിൻ പാലാഴി അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.